സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി ചെയ്യുന്നത് കാണിച്ചിട്ട് സ്വന്തം ബ്രാൻഡ് ബിൽഡിംഗ് പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കീപ്പ് ചെയ്യേണ്ട ബേസിക് മാനേഴ്സ് ഉണ്ട്. ആ വീഡിയോയിൽ കാണാൻ ആ കുട്ടി തലകുറിച്ച് നിൽക്കുന്നത് ക്യാമറ ഫിയർ കൊണ്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരിക്കലുമില്ല. ആ കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകണം. എന്റെ അച്ഛനും അമ്മ ഒരാളോട് യാചിക്കുന്നത് എന്റെ കൂട്ടുകാർ കണ്ടാല് അതെനിക്ക് അപമാനമാണെന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കും, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആ സ്ഥാനത്താണെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? ഇവിടെയാണ് ഇന്റർനെറ്റ് നല്ലവനും റിയൽ ലൈഫ് നല്ലവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കാര്യമല്ലേ, പിന്നെ തീർച്ചയായിട്ടും ആ ചെറിയ ചെക്കന് സ്കൂളിൽ പോകുമ്പോ അത് സീനാട്ടെ. ഇങ്ങനത്തെ കേസ് വരുമ്പോ ഇത് സീനാന്ന് കേട്ടോ. നല്ല എന്ന് സഹായിക്കുന്നതല്ലോ. ഓക്കെ എടി, ഇത് ഈ കാര്യത്തിൽ ഞാൻ എടുത്തത് ഏറ്റവും അടിപൊളി ഡിസിഷനാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഞാൻ ഇത് നിർത്തി. ഞാൻ ആ കാര്യം പറഞ്ഞില്ല, ഞാൻ ക്യാമറ കാണിച്ച് ചാരിറ്റി ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി. പിന്നെ ഈ ബ്ലഡ് മറ്റേ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ചെയ്ത ഈ ക്യാൻസർ പേഷ്യൻസിന്റെ എന്ന് വെച്ചാല് അത് പബ്ലിക്കലി ഇതാക്കാണ്ട് വേറെ വഴിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ആ സ്റ്റെം സെൽ ഇട്ടാണ്ട് വേറെ വഴിയില്ല. അവരെന്നോട് അത്രയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഇപ്പൊ ഒരു സംഭവം ഞാൻ പബ്ലിക്കായിട്ട് ചെയ്യില്ല. ഇവിടെ എത്രയോ ആൾക്കാർ ഡെയിലി ഇവിടെ വരുന്നു, മനസ്സിലാവും. ഒരാളെ പോലും ഞാൻ വീഡിയോ എടുത്തിട്ട് അവരെ സഹായിക്കാൻ നിൽക്കില്ല. ഞാൻ ആ പരിപാടിയെ നിർത്തി. അത് ഞാൻ എടുത്ത നല്ല ഡിസിഷൻ ആയിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ വലത്തെ കൈ കൊണ്ട് ചെയ്യണത് ഇടത്തെ കൈ അറിയാൻ പാടില്ല, അങ്ങനെ വിശ്വസിച്ചാണ്. പക്ഷെ സ്റ്റിൽ ഇയാള് റോഡ് ക്രോസ് ചെയ്യണമെന്ന് വിചാരിക്കുക. സാധാരണക്കാരായ നമ്മള് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നല്ല എന്തിരിക്കും, അയാൾക്കൊന്നും പറ്റാതെ അവിടെ സേഫ് ആയിട്ട് എത്ര മനസ്സിലാക്കും. പക്ഷെ ഇന്റർനെറ്റിൽ നല്ല ക്യാമറ ഓൺ ആക്കി വെക്കും. അയാൾ വണ്ടി ഇരിക്കാനായിട്ട് കാത്തിരിക്കും. വണ്ടി ഇരിക്കുന്നത് ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ട് അയാൾ രക്ഷിക്കുമ്പോഴായിരിക്കും അവരെ കണ്ടത്. ഇവിടെയാണ് ഈ ഇന്റർനെറ്റ് നല്ലമാര് അപകടമായിട്ട് മാറുന്നത്. പാവപ്പെട്ടവന്റെ ഗതികേടിനെയും അന്തസ്സിനെയും അഭിമാനത്തെയും വിറ്റുകൊണ്ട് അവര് സ്വന്തം മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നത് അത്രയും നല്ല കാര്യമാണോ? ഇത് തന്നെ ഈ ഇന്റർനെറ്റ് ചാരിറ്റിയിൽ നടക്കുന്നത്. നിങ്ങൾ ചാരിറ്റി ചെയ്തോ, വീഡിയോ എടുത്തോ, നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തോ, അത് നാലാൾക്ക് ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ കാശില്ല എന്നുള്ള ഒറ്റ ഗതിയോടുകൊണ്ട് നിങ്ങളോട് കൈ നീട്ടുന്നവരുടെ ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണീര് നിസ്സഹായാവസ്ഥയെ മാത്രം ഒന്ന് ബ്ലർ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ മുഖവും ഈ വ്യക്തിത്വം എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീച്ച് ആക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത് അവരുടെ അന്തസ്സിലെ അഭിമാനത്തെയാണ്. ഇനി ഈ വീഡിയോ കടി വന്നിട്ട് നിങ്ങൾക്ക് ക്യാമറ മുന്നിൽ കോണടിക്കാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും വേണ്ട ക്യാമറ വേണ്ടി ചെയ്തത്. ഐ സപ്പോർട്ട് ദിസ് ഗൈ. ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. സപ്പോർട്ട് ദിസ് ഗൈ. ഇവൻ എന്ന് വെച്ചാൽ ബാക്കി കുറെ ആൾക്കാർ പറയാൻ പഠിക്കുന്ന കാര്യമാണ് ഇവൻ പറഞ്ഞത്, മനസ്സിലാവും. ഇപ്പൊ ടോണി അച്ചാനായാലും ആരായാലും ഇപ്പം വലിയ നിലയിൽ നിൽക്കുന്ന ആള് വിചാരിച്ചിട്ട് ഇവനെ മടിച്ചു നിൽക്കുന്നില്ല, മനസ്സിലാവും. അത് ഇവൻ തുറന്നു പറഞ്ഞത് ബിഗ് സല്യൂട്ട് ബ്രോ. അയാൾ എനിക്ക് അന്തസ്സില്ലാത്തവനെ കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം കാശില്ലാത്തവന്റെ അന്തസ്സിനെ അഭിമാനത്തെയും വിറ്റ് കാശില്ലാക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചില്ല. അവസാനമായിട്ട് ഒറ്റ ചോദ്യം ചോദിക്കാം, ഈ ചാരിറ്റി വരുന്ന സമയത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, ഇത് എത്ര പേര് ഈ ഫീൽഡിൽ പിടിച്ചെടുക്കും? അതെ 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 ട്രൂ 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 ട്രൂ. എന്താ ഇവന്റെ പേരെന്താ? എടി, ഇവൻ എനിക്ക് അറിയാടാ. ഇവന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്.